ഇത് റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് അവാർഡിനൊരു സ്കോപ്പ് ഉണ്ടെന്നുള്ളത് അറിഞ്ഞായിരുന്നു. പക്ഷെ എന്നാലും ഇതിപ്പോൾ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് നാഷണൽ അവാർഡ് എന്ന് പറയുമ്പോൾ ഒരു നല്ല ഒരു ഇതിലേക്കാണ് പോയിരിക്കുന്നത്. അതിൻ്റെ മോളുടെ ദൈവാദിനം ഇതെല്ലാം കൂടെയാണ് അതിൻ്റെ ഉള്ളൊരു പാടാനുള്ളൊരു കഴിവും എല്ലാം ദൈവം കൊടുത്തതിൻ്റെ ഇതിൽ കിട്ടിയതാണത്. എന്താ ചേച്ചി പറയാനുള്ളത്? എനിക്കും വളരെ സന്തോഷം. ഈശ്വര ഏറ്റവും വലിയൊരു നല്ല ദേശീയ അവാർഡ് കിട്ടുക എന്നുള്ളൊരു ഭാഗ്യമാണ്. എല്ലാ ഈശ്വരാനുഗ്രഹം. നമുക്കതേ ജഗദീശ്വരൻ്റെ ഞെട്ടിപ്പോയി കേട്ടപ്പോൾ. അഭിനന്ദനങ്ങൾ മറ്റേ സുഭാഷ് ഏട്ടൻ പറഞ്ഞപ്പോഴേ എന്തിനാന്ന് ചോദിച്ചപ്പോൾ നാഷണൽ അവാർഡുണ്ട് മറ്റേ AR. ഓയ്യോ അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, ഓ എൻ്റെ അമ്മോ, പിന്നെ എടേ ഇത് നാഷണൽ അടിപൊളിയായി. പിന്നെ അങ്ങോട്ട് കുശാലല്ലേ, സൂപ്പർ ധമാക്കയായി. രണ്ട് വൈക്കംകാർക്ക് ഒന്ന് മമ്മൂട്ടിക്കാ. അതല്ലേ രസം. മമ്മൂക്കായ്ക്കും. പക്ഷെ മമ്മൂക്കായ്ക്ക് ഒരു അഭിനന്ദനം പറയണമല്ലോ. അല്ല ഇതിലൂടെ ഞാൻ അറിയിക്കുന്നു. എനിക്ക് ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് ചാനലിലൂടെ മീഡിയാസിലൂടെ മമ്മൂക്കയ്ക്കും കൺഗ്രാജുലേഷൻസ്. അവാർഡ് കിട്ടിയതിൽ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഈ പാട്ടിന്റെ ഒരു റെക്കോർഡിംഗ് സമയമൊക്കെ എങ്ങനെയായിരുന്നു? അതിന്റെ ഒരു അനുഭവമൊക്കെ എങ്ങനെയാണ്? റെക്കോർഡിങ് ആദ്യം പാട്ട് അയച്ചു തന്നായിരുന്നു. അപ്പോൾ ട്രാക്ക് പാടി അയച്ചു തന്നു. ഞാൻ കേട്ട് പഠിച്ചു. അവിടെ ചെന്ന് എറണാകുളത്ത് വെച്ച് ദീപു സാറ് വന്നായിരുന്നു. ചെന്നൈയിൽ നിന്ന് എറണാകുളത്തേക്ക് വന്നപ്പോൾ സാറ് പറഞ്ഞു തന്നു, ഇതാണ് സിറ്റുവേഷൻ. മുത്തശ്ശി മകന് കഥ പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ ഒരു മോട്ടിവേഷനുണ്ട്, താരാട്ടുണ്ട്, ഒരു ഫോക്കുണ്ട്. അപ്പോൾ അതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് എല്ലാം ഉൾക്കൊണ്ട് പാടണം, ഇന്ന രീതിയിൽ പാടണം എന്നൊക്കെ പറഞ്ഞു തന്നു, ഗുരുനാഥനെ പോലെ. ആർക്കാണ് സമർപ്പിക്കുന്നത്? ആരോടാണ് നന്ദി പറയുന്നത്? ഈശ്വരനോടും അച്ഛനും അമ്മയോടും, പിന്നെ ഗുരുക്കന്മാർ, ജനങ്ങൾ, ഏറ്റെടുത്ത ജനങ്ങൾ, മാധ്യമ സുഹൃത്തുക്കൾ, മീഡിയാസ്, ഈ ഫിലിമിൻ്റെ ഫിലിം ഡയറക്ടർക്കും, മനു മഞ്ജിത്ത് സാറ്, മ്യൂസിക് ഡയറക്ടർ ദീപു ചേട്ടൻ, എല്ലാവരും, എല്ലാ അവാർഡിനായി തിരഞ്ഞെടുത്ത എല്ലാ ജൂറി അംഗങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. അതെ, അപ്രതീക്ഷിതമായൊരു മധുരമായിപ്പോയി. അതാണ്. ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ഒരു ദേശീയ പുരസ്കാരം എന്നുള്ള ചിന്ത മനസ്സിലെ ആഗ്രഹങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ സഫലമായി. ഇപ്പം എൻ്റെ അല്ലേ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയം ഉണ്ട്. ദാസ അതാണ് നമുക്ക് പറയല്ലേ. എല്ലാവരോടും അതാണ് പറയുന്നത്. ശ്രീനിവാസൻ സാറിനെ ഇപ്പോഴാണ് നമ്മൾ ഓർക്കേണ്ടത്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസാന്ന്. അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഞാൻ പാട്ട് കഴിഞ്ഞപ്പോൾ വിജയലക്ഷ്മിയോട് പറഞ്ഞു നാഷണൽ അവാർഡ് കിട്ടുമ്പോളെ പറഞ്ഞു. അപ്പൊ എപ്പോഴാണെന്ന് അറിഞ്ഞൂടാ, കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. നല്ല പാട്ടായിരുന്നു. പിന്നെ ജനങ്ങൾ എവിടെ ചെന്നാലും ഈ പാട്ട് പാടിക്കും. കൊച്ചു പിള്ളേരും വലിയ ആൾക്കാർക്കും എവിടെ ചെന്നാലും ഈ പാട്ട് പാടും. ഇപ്പോഴും കാണുമ്പോഴെല്ലാം പാടും. ഒരു സന്തോഷമുണ്ട്. ദൈവത്തിന് നന്ദി. ജനങ്ങൾക്കും മാധ്യമ സുഹൃത്തുക്കളും പത്രമാധ്യമങ്ങളും എല്ലാവർക്കും, തിരഞ്ഞെടുത്ത എല്ലാവർക്കും നന്ദി. ഈശ്വര. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചതിന് ശേഷമാണ് വൈക്കം വിജയലക്ഷ്മി ഇപ്പോൾ പ്രതികരിച്ചത്. ARM എന്ന സിനിമയിലെ ഗാനത്തിനാണ്, അങ്ങുവാന ചോലയിൽ എന്നുള്ള ഗാനത്തിനാണ് വൈക്കം വിജയലക്ഷ്മിക്ക് പുരസ്കാരം ലഭിച്ചത്. വൈക്കം വിജയലക്ഷ്മി മാതാപിതാക്കൾക്കൊപ്പമാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. വളരെ ഹൃദ്യമായ ഊഷ്മളമായിട്ടുള്ള ഒരു പ്രതികരണമാണ് വൈക്കം വിജയലക്ഷ്മിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ പറഞ്ഞിരുന്നു ദേശീയ അവാർഡ് ലഭിക്കും എന്നുള്ളത്. അതിപ്പോൾ ആ തരത്തിൽ തന്നെ അവാർഡ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മമ്മൂട്ടിക്കൊപ്പം ഈ ഒരു അവാർഡ് പങ്കിടാനായതിൽ, രണ്ട് വൈക്കംകാർക്ക് അവാർഡ് പങ്കിടാനായതിൽ വലിയ സന്തോഷം എന്ന് പറയുന്നു. അവിടെ നിന്നുമുള്ള ഈ ഒരു ആഘോഷ കാഴ്ച, സന്തോഷ കാഴ്ചയൊക്കെയാണ് നമ്മൾ കാണുന്നത്. വൈക്കം വിജയലക്ഷ്മിയുടെ പാട്ടുകൾ ഓരോന്നൊക്കെ എല്ലാം നമുക്കേറെ പ്രിയങ്കരമായിട്ടുള്ള ഗാനങ്ങളാണ് എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഏറ്റുപാടുന്ന തരത്തിലുള്ള പാട്ടുകളാണ് വൈക്കം വിജയലക്ഷ്മി പാടിയിരിക്കുന്നത്. മനു മഞ്ജിത്തിൻ്റെ രചനയിൽ ഉള്ള ഒരു ഗാനമാണ്. ആ ഗാനത്തിനാണിപ്പോൾ ARM എന്നുള്ള സിനിമയിലൂടെ വൈക്കം വിജയലക്ഷ്മിക്ക് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം കൊണ്ടെത്തിച്ചിരിക്കുന്നത്.